അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ അകപ്പെട്ട 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശികളായ സത്യം, നിതീഷ് എന്നിവരാണ് മരിച്ചത്. 18ഉം 19ഉം വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് ഇവർ. ഭവാനിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. ഭവാനിപ്പുഴയുടെ ചാവടിയൂർ ഭാഗത്താണ് ഇരുവരും ഒഴുക്കിൽപ്പെട്ടത്. വിനോദസഞ്ചാരത്തിനെത്തിയ ഇവർ കൊടും ചൂടിൽ ആശ്രയമെന്നോണമാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയത്. ഭവാനിപ്പുഴയുടെ ഒരു ഭാഗത്ത് ശോഷിച്ച നിലയിലും ഒരു ഭാഗത്ത് നിറഞ്ഞൊഴുകുന്ന നിലയിലുമാണ്. നിറഞ്ഞൊഴുകുന്ന ഭാഗത്താണ് കുട്ടികൾ അകപ്പെട്ടത്. ഉച്ചയോടെ ഒഴുക്കിൽപ്പെട്ട ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. വൈകിട്ട് 5:30യോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ ഭവാനിപ്പുഴയിൽ സ്ഥിരമായിട്ട് ഇതേപോലെ ഇന്നിപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്ന 2 കുട്ടികൾ, 22 വയസ്സ് 21 വയസ്സുള്ള 2 കുട്ടികളാണ് ഇപ്പോൾ മുങ്ങി വറ്റിയിരിക്കുന്നത്. വെള്ളമൊന്നുമില്ല, ഒരു മുട്ടിന് വെള്ളത്തിലാണ് അവർ മുങ്ങി വറ്റിയിരിക്കുന്നത്. പക്ഷേ അഗളി പഞ്ചായത്ത് ഇതിനെതിരെ ഒരു ശക്തമായ ഒരു നടപടി സ്വീകരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാർണിംഗ് ബോർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് ഒരു കൺട്രോളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതുമാതിരി ഒരു വർഷത്തിൽ ഒരു 10 പേര് എന്ന നിലയ്ക്ക് ചാവടിയൂർ പാലത്തിന്റെ അടിയിൽ ഡെത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി പഞ്ചായത്തോ അല്ലെങ്കിൽ ഭരണകൂടം എന്തെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഈ മരണങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വെള്ളമൊന്നുമില്ല, എന്നാൽ പോലും ഈ പുഴ ഏറ്റവും ഡേഞ്ചറായ ഒരു പുഴയാണ്. അപ്പം അത് പഞ്ചായത്ത് ഈ വാർണിംഗ് ബോർഡിന് പകരം അവിടെ ഒരു വേലി കെട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മരണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. UTV ന്യൂസ്, പാലക്കാട്.